രണ്ടാം ഭാഗം ഉണ്ടാവും ഈ പടത്തിന്. മാറ്റങ്ങൾ, അതായത് വയനാട്ടിന്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ മൈൻഡ് ഉണ്ടാക്കിയിട്ടാണല്ലോ. അതേപോലെ ഏകദേശം മൈൻഡ് കുടിക്കാണ്ട് ഇതും, അതായത് പ്രകൃതിയിലുള്ള അന്നത്തെ ആ മനുഷ്യരെ പ്രകൃതിയോട് അനുബന്ധിച്ചാണ് ജീവിച്ചത്. അപ്പൊ നമ്മൾ അതിനെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു. അതൊക്കെ കൂടി ഞാൻ മനസ്സിലാക്കിയത്. ചിലപ്പോൾ സംവിധാനം എന്താ മനസ്സിലാക്കിയെന്ന് അറിയത്തില്ല. ഓക്കെ, താങ്ക് യു. അതേക്കുറിച്ച് ഒരു അഭിപ്രായവും പറയാൻ അതല്ല പാരമ്പര്യത്തിൻ്റെ ബേസാണ്. സപ്പോർട്ട് പരമ്പരയിലുണ്ടല്ലേ ഒരു ബേസ് അറിയാലോ. പാരമ്പര്യത്തിൻ്റെ സ്റ്റൈലാണ് ബ്രോ. പറയുന്നത് KGF മോഡലോടാണോ? KGF സ്റ്റോറി പോലെയൊക്കെയാണ്. ഭയങ്കര വ്യത്യസ്തമാണ്. അത് കണ്ടുകൊണ്ടിരിക്കാം. പുലിയുടെ സീൻ കേൾക്കുന്നുണ്ട്. അടിപൊളിയാണ്. സ്റ്റോറി അങ്ങനെയൊക്കെ തന്നെ ഹിസ്റ്ററി കഥയാണ്. ഹിസ്റ്ററിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ള കഥയാണ്. ഓക്കെ, and someone with the acting prowess of Vikram, this film is much more important thing in this politically, as usual. Ranjit's way of storytelling is very important and needed. We should expect more films like this. സ്റ്റൈലിൽ തന്നെ പുള്ളിയുടെ സ്റ്റൈലിൽ തന്നെ പുള്ളി പറഞ്ഞു നിർത്തുന്നുണ്ട്. അവിടെ വേറെ ലെവലിൽ വിക്രവും പാർവതിയുടെ ഡബിങ് ഇറക്കിയിട്ടുണ്ട്. അത്ര അടിപൊളിയാണ്. പഴയ കോളാറിൻ്റെ ഒരു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കഥ നമുക്ക് വീണ്ടും പറഞ്ഞു തന്നു. അടിപൊളി. പണ്ട് സറപ്പെട്ട പരമ്പര നമ്മൾ OTT കണ്ടു. ആ വേഷവും നമ്മളെ ഇതിനകത്ത് നമ്മൾ തീർത്തു. പുള്ളി അതിന് നല്ലൊരു വരുന്ന തന്നിട്ടുണ്ടോ. ഊപ്പിക്കണം പടം സിനിമ. എനിക്ക് പുള്ളിയുടെ സ്ഥിരം പാരഞ്ചിത്തിൻ്റെ സ്ഥിരം ഒരു സ്റ്റൈല്, ആ സ്റ്റൈല് അറിയാവുന്നവർക്കറിയാം. പുള്ളി പറയാൻ ശ്രമിച്ചത് പുള്ളി അതേപോലെ തന്നെ പുള്ളി 100% പുള്ളി ചെയ്തിട്ടുണ്ട് പടം. ഒരു കോളാറിൻ്റെ നമ്മുടെ പഴയ കോളാർ ചരിത്രമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രം, സ്വർണ്ണത്തിന് വേണ്ടിയുള്ള ആ ചരിത്രമാണ് ഇതിനകത്ത് പറയുന്നത്. പുള്ളി അതിനകത്ത് സൂപ്പറായിട്ട് വിജയിച്ചിട്ടുണ്ട്. പിന്നെ വെച്ചാൽ അത് രാഷ്ട്രീയമാണ് ഇതിനകത്ത് ഉദ്ദേശിച്ചത്. അല്ല, ആ ഇതല്ല, അതൊക്കെ രണ്ട് കഴിഞ്ഞുള്ള കഥ. ഇത് അതിനും പഴക്കം എന്ന് വെച്ചാൽ 1000-2000 വർഷം പഴക്കമുള്ള കഥകൾ പുള്ളി അവിടുത്തെ രാഷ്ട്രീയം തൊട്ടിങ്ങ പറഞ്ഞു വരുവാണ്. ഒന്ന് പെർഫോമൻസിൽ വിക്രം പാർവതി കലക്കി. എന്തുകൊണ്ട് അങ്ങനെ തന്നെ പാരഞ്ചിത്തിൻ്റെ പടം കാണാൻ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർക്ക് അതിന് തമിഴ് രാഷ്ട്രീയ പൊളിറ്റിക്സിൻ്റെ എങ്ങനെ പറയാൻ താല്പര്യമുള്ളവർക്ക് ഈ പടത്തിൽ പോയിട്ട് കാണാം. വിക്രം പെർഫോമൻസ് പല തലമുറയാണ് വിക്രത്തിനെ കാണിക്കുന്നത്. അതെല്ലാം പുള്ളി നന്നായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. അതായത് ശ്രദ്ധിച്ചിരുന്ന് കാണണം, നമുക്ക് മനസ്സിലാവും. പാരഞ്ചിത്തിൻ്റെ പടം ഇഷ്ടമുള്ളവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. മസ്റ്റ് വാച്ച് തിയേറ്റർ വാച്ചാണ്. പഴയ നമ്മുടെ സറപ്പെട്ട പരമ്പര നമുക്ക് OTT കണ്ട് അത് പുള്ളി ഇതിനകത്ത് പുള്ളി നമ്മൾ തിയേറ്ററിൽ തന്നെ കാണിച്ചു. പുള്ളിയുടെ പെർഫോമൻസിനകത്ത് കാണിച്ചിട്ടുണ്ട്. എല്ലാ തരം മെസ്സേജുകളും ഈ സിനിമയിൽ. ഈ സിനിമ വിജയിക്കേണ്ടത് നമ്മുടെ കൂടെ ആവശ്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ശ്യാം വിക്രം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്ത മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ സിനിമ ഒരിക്കലും അനാവശ്യമായ വിവാദങ്ങൾ പറഞ്ഞ് ഈ സിനിമ നശിപ്പിക്കരുത്. ആ കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് വന്നിരുന്ന് യൂട്യൂബിൽ കയറിയിരുന്ന് വീഡിയോ ചെയ്യരുതെന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. അത്തരക്കാരുടെ വീഡിയോ കണ്ടിട്ട് ഈ സിനിമ കാണാതിരിക്കരുത്. ഇതിനകത്ത് എല്ലാം പറയുന്നുണ്ട്. ട്രൂലി എപ്പിക് സ്റ്റഫാണ്. ഒരു ഇൻ്റർനാഷണൽ സ്റ്റഫ് ഉള്ള എടുത്ത് പറയേണ്ട ഒരു പെർഫോമൻസ് ഒന്നും പറയാനില്ല. പാർവതി ആൻഡ് ഈ പറയുന്ന അശ്വിൻ അങ്ങനെയെല്ലാം പറയേണ്ട ആവശ്യമില്ല. ആ ഒരു സ്റ്റാർട്ടിങ് മുതൽ വിക്രത്തിന് അങ്ങനെ കാണാൻ പറ്റില്ല. ആ ഒരു ക്യാരക്ടർ